അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്നു വരാറുള്ള ചില സംശയങ്ങൾ, അതിന് പരിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടികളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിധിവിശ്വാസത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന നിരവധി ഹദീസുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് 2 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ, ഖദറിൽ വിശ്വസിക്കാത്തവന്റെ വിശ്വാസം പൂർണ്ണമല്ല. അതിനേക്കാളെല്ലാം നമ്മളെ ഭയപ്പെടുന്ന മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഉഹദ് മലയോളം സ്വർണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിച്ചാലും അയാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാകാത്തിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അതായത് ഖദറിലുള്ള വിശ്വാസത്തിന് ഇളക്കം സംഭവിക്കുന്നതോടുകൂടെ അയാളുടെ മൊത്തം വിശ്വാസത്തിന് ഇളക്കം സംഭവിക്കാൻ അത് കാരണമായി തീരുകയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു ടേബിൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ ടേബിളിന്റെ ഒരു കാലിന് ഇളക്കം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തം ടേബിളിന്റെ സ്ഥിരത നഷ്ടപ്പെടാൻ കാരണമായി തീരുകയാണ്. അതേ രൂപത്തിൽ ഖദറിലുള്ള വിശ്വാസത്തിൽ ഇളക്കം സംഭവിച്ചാൽ അത് മൊത്തത്തിലുള്ള ഈമാൻ അത് ബാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം പറയുകയുണ്ടായി, ഒരാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയായാൽ അദ്ദേഹത്തിന്റെ തൗഹീദ് ശരിയായി, അതിൽ വല്ല ഇളക്കം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൗഹീദിന് ഇളക്കം വന്നു എന്ന് പറയാനുള്ള കാരണം. പല ആളുകളും നാവ് കൊണ്ട് വിധിവിശ്വാസത്തെ അംഗീകരിച്ച ആളുകളാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഹൃദയത്തിൽ പല സംശയങ്ങൾ ഉടലെടുക്കുകയും ഇത്തരത്തിൽ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ നാവിലൂടെ തന്നെ പല രൂപത്തിലായിട്ട് ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കേൾക്കാൻ സാധിക്കാറുണ്ട്. അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, ഈ 2 വിശ്വാസങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഈ 2 വിശ്വാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ഒന്നും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാതെയായിട്ട് മാറുകയാണ്. അതായത് അള്ളാഹുവിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് നിങ്ങൾ നോക്കുന്ന സന്ദർഭത്തിൽ ഒന്നും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെയായിട്ട് മാറുന്നു. നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും അത് രണ്ടും ചിത്രത്തിലേക്ക് വരുന്നതോടുകൂടെ എല്ലാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അടിക്കടി ഈ 2 വിശ്വാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും അത് പരാമർശിക്കാതെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത്, ഒരർത്ഥത്തിൽ ഒരു പേജ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുകയില്ല. ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ 2 വിശ്വാസത്തിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. പക്ഷെ വിചിത്രമായിട്ടൊരു കാര്യം, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത്, അതിനേക്കാൾ കൂടുതൽ സംശയമുള്ള മേഖല വിധിവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. പക്ഷെ ഇത്രയേറെ സംശയം ആളുകൾക്ക് ഉണ്ടായിട്ടും അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വിധിവിശ്വാസത്തിന് മാത്രമായിട്ടൊരു അധ്യായമോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വലിയ ആയത്തുകളൊന്നും പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണിത് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അതേപോലെ തന്നെ പരലോകത്തെയും നമ്മൾ ചിത്രത്തിലേക്ക് വെക്കുന്നതോടുകൂടെ എല്ലാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിട്ട് മാറുകയാണ്. ഈ 2 വിശ്വാസം അടിയുറച്ച് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഖദറിൽ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ ഖദറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുള്ള 90% ചോദ്യങ്ങൾക്കും കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അത് രണ്ടും മനസ്സിൽ അടിയുറക്കാത്തതുകൊണ്ടാണ് ഖദറുമായിട്ട് ബന്ധപ്പെട്ട് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഖദറുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ള 90% സംശയങ്ങളുടെയും അടിവേര് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം അള്ളാഹുവിലും പരലോകത്തിലുള്ള വിശ്വാസത്തിലുള്ള ഏറ്റക്കുറച്ചിൽ കൊണ്ടായിരിക്കും. പറയുന്നത് വ്യക്തമാകാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഉദാഹരണത്തിന്, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ചോദ്യം, ഒരുപാട് ആളുകൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് അതിന് തത്തുല്യമായിട്ടുള്ള പ്രതിഫലം
ഫലം ഈ ലോകത്ത് വെച്ച് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഖദറുമായിട്ട് ഉയർന്നു വരുന്ന ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞാൻ പാഴാക്കുകയില്ല. ഒരാൾ എത്ര ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു ആയത്ത് ഉൾക്കൊള്ളുന്നതോടുകൂടെ, മരണാനന്തര ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം ഉൾക്കൊള്ളുന്നതോടുകൂടെ പിന്നീട് ഈ ഒരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, പല ആളുകളും കാലങ്ങളായിട്ട് അവർ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കാൻ, ഈ പ്രയാസം കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ കാരുണ്യവാനായിട്ടുള്ള ദൈവമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഈ രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും മറുപടി പറഞ്ഞു കൃത്യമായിട്ട്, ഇന്നമാ യുവഫ സ്വാബിറൂന ബിഗൈരി ഹിസാബ്, അവരുടെ കഷ്ടപ്പാട് ഞാൻ കാണാതെ പോകുന്നില്ല, മറിച്ച് തീർച്ചയായിട്ടും അവരുടെ ക്ഷമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകും. കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നാണ് പറഞ്ഞത്. മറ്റുള്ള കർമ്മങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ സ്വബറിനെ സംബന്ധിച്ച്, ക്ഷമയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ യാതൊരു കണക്കുമില്ലാതെ അവർക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഈ ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളെല്ലാം മരണാനന്തര ജീവിതത്തിൽ വരുന്ന സന്ദർഭത്തിൽ അവർ ആ ക്ഷമിച്ചതിനുള്ള പ്രതിഫലം അവർ കാണുന്ന സന്ദർഭത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അറിയാതെ പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങളെ കുറച്ചുകൂടെ നിനക്ക് പരീക്ഷിക്കാമായിരുന്നു, എങ്കിലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രതിഫലം കിട്ടുമായിരുന്നു എന്ന് അവർ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. അതേപോലെ നേരെ തിരിച്ച് അത് കാണുന്ന സന്ദർഭത്തിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാം, അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരത്തിലൊരു പരീക്ഷണം നീ ഭൂമിയിൽ വെച്ച് നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഈ ആളുകൾ പറഞ്ഞു പോകുമെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് മരണാനന്തര ജീവിതത്തെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നതോടുകൂടെ പിന്നീട് ഖദറുമായിട്ട് ഉയർന്നു വരുന്ന ഒരു സംശയം തന്നെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ലോകത്തുള്ള അക്രമത്തെ സംബന്ധിച്ച് പലപ്പോഴും സമകാലിക ലോകത്തെല്ലാം നമ്മൾ നിരന്തരം കേൾക്കാറുള്ളൊരു ചോദ്യമാണ്, അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ അവരെന്നും സുഖലോലുപരായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ആളുകളെ കൊന്നും ആക്രമിച്ചെല്ലാം അവർ ഇവിടെ സുഖലോലുപരായിട്ട് ജീവിക്കുന്നു. അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് നേരെ വിരലുയർത്താൻ പോലും ഒരാൾക്കും സാധിക്കുന്നില്ല. കാരണം അധികാരവും അവരുടെ കയ്യിലാണുള്ളത്. അപ്പം ഇത്തരം അക്രമികളായിട്ടുള്ള ആളുകൾ അവർ ഈ ലോകത്ത് വെച്ചുകൊണ്ട് ഒന്നും അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ ഒരു നീതിമാനായിട്ടുള്ള ദൈവം എവിടെയെന്ന് പലപ്പോഴും ഇത്തരം അക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് നീ കരുതരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇന്നമാ യുഅഖിറുക്കും, അവർക്ക് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസം വരെ ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിന് തത്തുല്യമായിട്ടുള്ള, അവർക്ക് അതിന് ശിക്ഷ നൽകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ടെന്നുള്ള വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. മറ്റൊരു മനോഹരമായിട്ടുള്ള ആയത്ത് സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും ഖൈറൻ ലി അൻഫുസിഹിം, സത്യനിഷേധികൾക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് നിങ്ങൾ കരുതേണ്ട. അതായത് ഇത്തരം അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ അവർ സുഖലോലുപരായിട്ട് ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്കതെല്ലാം ഗുണകരമാണെന്ന് നിങ്ങൾ കരുതരുത്. മറിച്ച് ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മൻ വലഹും അദാബും മുഹീൻ, അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത്. അതായത് ഏതറ്റം വരെ അവർ പോകുമെന്നറിയാൻ വേണ്ടി മാത്രമാണ് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കുന്നത്. അവരുടെ കുഴി അവർ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആഴത്തിൽ അവർ കുഴിക്കുന്നുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നു. എത്ര ആഴത്തിൽ കുഴിക്കുന്നു അത്രയും വലിയ കുഴിയിലേക്കാണ് അവർ വീഴാൻ പോകുന്നത്. മനോഹരമായിട്ടൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ഒരു നായ ആ നായ സ്വതന്ത്രനാണെന്ന് കരുതിക്കൊണ്ട് അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ നായയെ വളരെ നീളമേറിയ ഒരു ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട്. 100 കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു ചങ്ങലയിലാണ് നായയെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നായ ഓടുന്ന സന്ദർഭത്തിൽ നായ കരുതുകയാണ് ഞാൻ സ്വതന്ത്രനാണെന്ന്. പക്ഷേ ആ നായ 99 കിലോമീറ്റർ കഴിഞ്ഞ് 100ാമത്തെ കിലോമീറ്ററിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ആ നായയുടെ കഴുത്തിൽ
ആ ചങ്ങല പിടിമുറുകയാണ്. എത്ര വേഗത്തിലാണ് ഓടുന്നത് അത്രയും ശക്തമായിട്ടായിരിക്കും നായയുടെ ആ പിടിമുറുകാൻ പോകുന്നത്. അതേ രൂപത്തിലാണ് അക്രമികളായിട്ടുള്ള ആളുകൾ. അവർ സ്വതന്ത്രനാണെന്ന് കരുതിക്കൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കുകയാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു പിടുത്തം വരാനിരിക്കുന്നുണ്ട്. പിന്നീട് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാണുന്നുണ്ട്, എന്തുകൊണ്ട് തടയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ദൈവം അത് തടയുന്നില്ല, അക്രമങ്ങൾ? അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നന്മയും തിന്മയും പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് അവരെന്ത് പ്രവർത്തിക്കുമെന്ന് നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് സൃഷ്ടിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്നും ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പരീക്ഷ ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ കുട്ടികൾ തെറ്റെഴുതുന്നത് ടീച്ചറുടെ ശ്രദ്ധയിൽ പെടും. പക്ഷെ ടീച്ചർ അവിടെ വെച്ചുകൊണ്ട് അത് തിരുത്തുകയില്ല. ഓരോ കുട്ടികൾ എഴുതുന്ന തെറ്റുകളെല്ലാം ടീച്ചർ പരീക്ഷ ഹാളിൽ വെച്ചുകൊണ്ട് തന്നെ തിരുത്തുകയാണെങ്കിൽ പിന്നീട് അതിന് പരീക്ഷ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ചില സന്ദർഭത്തിൽ ടീച്ചർ തെറ്റുകൾ എഴുതുന്നത് കണ്ടാലും ടീച്ചർ പ്രതികരിക്കില്ല. കാരണം ടീച്ചർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് വിലയിരുത്താനുള്ള ഒരു സമയം വരാനിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ടീച്ചർ അതിനെ വിലയിരുത്തുക. അതേപോലെ അക്രമികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നതും അതേപോലെ തന്നെ നല്ലത് പ്രവർത്തിക്കുന്നതിനെല്ലാം കൃത്യമായിട്ട് പ്രതിഫലം നൽകാനുള്ളൊരു വേദി വരാനിരിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അതിന് പ്രതിഫലം നൽകുക. ഈ ഒരു വിശ്വാസം മനസ്സിൽ സ്വീകരിക്കുക, അതായത് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു വിശ്വാസം അടിയുറക്കുന്നതോടുകൂടെ ഖദറുമായിട്ട് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയാണ്. ഇനി അതിൻ്റെ ഒരു മറുവശം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ മനുഷ്യന് പ്രവർത്തിക്കുന്നതിനെല്ലാം ഉടനടി നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്തു നഹ്ലിൽ, വലൗ യുആഖിദുല്ലാഹു നാസു ബിദുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്യുന്ന അക്രമങ്ങൾക്കെല്ലാം ഉടനടി പിടികൂടിയിരുന്നെങ്കിൽ ഭൂമുഖത്ത് യാതൊന്നും അവശേഷിക്കുമായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന അക്രമങ്ങൾക്കെല്ലാം ഉടനടി അള്ളാഹു സുബ്ഹാനഹു വ തആല നടപടി സ്വീകരിച്ചാൽ പിന്നെ ഭൂമിയിൽ ആരും അവശേഷിക്കുമായിരുന്നില്ല. മറിച്ച് വലാകിൻ യുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ, അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർക്ക് വേണ്ടി ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് നന്നാകാം, ചീത്തയാകാം. അപ്പോൾ പലപ്പോഴും ഒരു വലിയ വിരോധാഭാസം നമ്മൾ കാണാറുള്ളത്, മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് പല തിന്മകളും ലോകത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്റെ പ്രവർത്തനം മൂലം ഒരുപാട് തിന്മകൾ ലോകത്ത് അല്ലെങ്കിൽ അക്രമങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് തന്നെ തെറ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ അനന്തരഫലം വരുന്ന സന്ദർഭത്തിൽ അത് ചൂണ്ടിക്കൊണ്ട് മനുഷ്യന് പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം, കാരുണ്യവാനായിട്ടുള്ള ദൈവം എവിടെ? ഈ രൂപത്തിലുള്ള വിരോധാഭാസം നമ്മൾ കേൾക്കാറുണ്ട്. പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു ഉദാഹരണം, വളരെ ശ്രദ്ധേയമായിട്ടൊരു വചനം ഒരാൾ പറയുന്നുണ്ട്, ഞാൻ കാരുണ്യവാനായിട്ടുള്ള ദൈവത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ലോകത്ത് പട്ടിണിയും കഷ്ടപ്പാടും ഒരുപാട് ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ ചോദ്യം ഞാൻ ചോദിക്കുകയില്ല, കാരണം അതേ ചോദ്യം എങ്ങാനും ദൈവം എന്നോട് തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയും? അതാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള വചനം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകത്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടെല്ലാം അനുഭവിക്കാനുള്ള കാരണം ഒരർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തെ തെറ്റായ രൂപത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ പട്ടിണിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും 3000 കലോറി ഭക്ഷണം, ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും 3000 കലോറിയുടെ ഭക്ഷണം ദിനേന കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. ആധികാരികമായിട്ടുള്ള കണക്കാണ്. ഓരോ വ്യക്തിക്കും 3000 കലോറിയുടെ ഭക്ഷണം ദിനേന കഴിക്കാനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ അവർ സ്വാർത്ഥത കാരണം ഇത് കൈയടക്കി വെച്ചതുകൊണ്ടാണ് ലോകത്ത് മറ്റൊരു വിഭാഗം ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നത്.
ഇപ്പൊ മനുഷ്യന് ഈ ചില ആളുകളുടെ സ്വാർത്ഥത കാരണം ഈ രൂപത്തിലൊരു അസന്തുലിതാവസ്ഥ ലോകത്ത് ഉണ്ടാക്കുകയും അതിനുശേഷം അതിന്റെ പരിണിത ഫലമായിട്ട് ലോകത്ത് ദാരിദ്ര്യം വരികയും ചെയ്യുന്നു. ആ ദാരിദ്ര്യം വന്നതിന് ശേഷം ചില ആളുകൾ അത് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ദൈവം, കാരുണ്യവാനായിട്ടുള്ള ദൈവം എന്തുകൊണ്ടാണ് ഈ പട്ടിണി സൃഷ്ടിച്ചത്? അപ്പോൾ ഒരർത്ഥത്തിൽ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അത് ഉണ്ടായത്. അതേപോലെ തന്നെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും ആധികാരികമായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത് ലോകത്തെ 50% ആളുകളുടെ സമ്പത്ത് ലോകത്തെ 8 കോടീശ്വരന്മാരുടെ കയ്യിലാണെന്നാണ്. അതായത് ലോക സമ്പത്തിന്റെ 50% കൈയടക്കി വെച്ചിട്ടുള്ളത് ലോകത്തെ 8 കോടീശ്വരന്മാരാണ്. അപ്പം അവർ നേരാവണ്ണം ആ സ്വത്ത് വീതിച്ചിരുന്നെങ്കിൽ ലോകത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കാമായിരുന്നു. ഇപ്പം ചില ആളുകൾ ഈ രൂപത്തിൽ അവരുടെ സ്വാർത്ഥത കാരണം ഇതേ രൂപത്തിൽ സമ്പത്ത് കൈയടക്കി വെക്കുകയും ലോകത്ത് ഇത്തരത്തിലുള്ള ദാരിദ്ര്യം ഒരു വിഭാഗം മറ്റൊരാളുകൾ അതിന്റെ ഫലമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുകയാണ്. ആ ദാരിദ്ര്യം അനുഭവിച്ചതിന് ശേഷം അത് ചൂണ്ടിക്കൊണ്ട് ചില ആളുകൾ ചോദിക്കുകയാണ്, കാരുണ്യവാനായിട്ടുള്ള ദൈവം എവിടെ, അല്ലെങ്കിൽ നീതിമാനായിട്ടുള്ള ദൈവം എവിടെയെന്ന്. ഒരർത്ഥത്തിൽ ഒരുവിധം ഇത്തരത്തിലുള്ള പല ഈ ലോകത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ പഴിക്കുന്ന പല തിന്മകൾക്കും കാരണം ഒരർത്ഥത്തിൽ മനുഷ്യന്റെ പ്രവർത്തനം തന്നെയാണ്. മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിട്ട് അത് ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള അസന്തുലിതാവസ്ഥ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്ന് കരുതി ഭൂമിയിലുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കുമോ? അടുത്ത ചോദ്യം. തീർച്ചയായിട്ടുമല്ല. കാരണം പരിശുദ്ധ ഖുർആൻ 2 രൂപത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ചില കാര്യങ്ങൾ മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് വന്ന് ഭവിക്കുന്നതുണ്ട്. അതേ സന്ദർഭത്തിൽ മനുഷ്യന്റെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഇപ്പോൾ ഒരാൾ അദ്ദേഹം ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ ഓവർ സ്പീഡായിട്ട് അദ്ദേഹം വണ്ടി ഓടിച്ച് അവസാനം ആക്സിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് കൊണ്ട് തന്നെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്, പക്ഷേ അതിന് കാരണമായി തീർന്നത് നിന്റെ പ്രവർത്തനമാണ്. അതേപോലെ തന്നെ മറ്റൊരാൾ, അദ്ദേഹം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നു, അവസാനം അദ്ദേഹത്തിന് ഷുഗറും പ്രഷറൊക്കെ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ വിധിയാണെന്ന്. അപ്പോൾ അവിടെ അള്ളാഹുവിന്റെ വിധി തന്നെയാണ്, പക്ഷേ അള്ളാഹുവിന്റെ വിധിക്ക് കാരണമായി തീർന്നത് നിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിന് 2 രൂപത്തിലുള്ള മറുപടി പരിശുദ്ധ ഖുർആനിൽ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില തിന്മകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാന്റെ 164 വചനത്തിൽ ഉഹദുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട വചനാണത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം. ഉഹദിന്റെ പരാജയ കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് സംഭവിച്ചത്. ഉഹദിലെ പരാജയം നമുക്കറിയാം, പൂർണ്ണമായിട്ടും ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അവർ ദുനിയാവിലേക്ക് ചായ്ഞ്ഞു, അവർ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് സമ്പത്തിനു വേണ്ടി പ്രവാചകൻ നിർത്തിയ സ്ഥലത്ത് നിന്ന് പോയതുകൊണ്ടാണ് അത്രയും ആളുകൾ ആ വലിയ പരാജയം മുസ്ലിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കത് സംഭവിച്ചത്. അപ്പം ഇതേ ആയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഒരാൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് രോഗിയാകുന്ന സന്ദർഭത്തിൽ അയാളോട് നമുക്ക് പറയാനുള്ളത് ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം, അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് അത് നിങ്ങൾക്കുണ്ടായത്. പക്ഷെ അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ അതിന് വിരുദ്ധമായിട്ട് നേരെ തിരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില ആയത്തിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത്. അള്ളാഹുവിൽ നിന്നാണ് നിങ്ങൾക്ക് ആ മുസീബത്ത് ഉണ്ടായത്. ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാതെ നമുക്ക് വന്ന് ഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങൾ, അത് പലപ്പോഴും നമ്മളല്ല അതിന് ഉത്തരവാദി. പല സന്ദർഭത്തിലും നമ്മളാണ് ഉത്തരവാദി. മനുഷ്യന്റെ പ്രവർത്തനം കാരണം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്, അതല്ലാതെയും ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും ആക്സിഡന്റിൽ പോയി പെടാറുണ്ട്. അതേപോലെ തന്നെ നന്നായി ശ്രദ്ധിച്ച് ജീവിച്ചാലും ഭക്ഷണം എല്ലാം കൺട്രോൾ ചെയ്ത് ജീവിച്ചാലും അവർക്ക് മാരക രോഗങ്ങൾ വന്ന് പിടിപെടാറുണ്ട്. അത് അവന്റെ കൺട്രോളിനപ്പുറത്ത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം, കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന് ഈ രൂപത്തിൽ ഒരാളെ പരീക്ഷിക്കപ്പെടുന്നു, നന്നായി ജീവിക്കുന്ന ഒരാളെ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അതിന്റെ ഉത്തരം 100% കണ്ടെത്തുക സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ഈ ദുരന്തങ്ങൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും ആപേക്ഷികമാണ്. നമ്മൾ ഒരു ദുരന്തമായിട്ട് വിലയിരുന്ന ഒരു കാര്യം ഒരുപക്ഷെ അത് പിന്നീട് നമുക്കത് നന്മയായിട്ട് അത് ഭവിച്ചേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും
അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ടാകും, പക്ഷേ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അതേ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാകും, അത് നിങ്ങൾക്ക് ദുരന്തമായിരിക്കും എന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ, വ്യക്തി ജീവിതത്തിൽ തന്നെ ചില സന്ദർഭത്തിൽ നമ്മൾ ദുരന്തമാണെന്ന് കരുതുന്നത് പിന്നീട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പിറകിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അത് വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും മനസ്സിലാകാത്തതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഇതിനെ വിലയിരുത്തുന്നത് അതിൻ്റെ ഭാഗികമായിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ടാണ്. അതായത് പൂർണ്ണ ചിത്രം നമ്മൾ ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പകുതി ചിത്രം വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ രോഗം അനുഭവിക്കുകയാണ്, അതായത് മരണം വരെ രോഗം വെച്ച് കഷ്ടപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ അതിനെ എല്ലാ അർത്ഥത്തിലും അതൊരു ദുരന്തമായിട്ട് അതിനെ വിലയിരുത്തും. പക്ഷെ അതേ സന്ദർഭത്തിൽ ആ ചിത്രത്തിൻ്റെ അടുത്ത പകുതി വരാനിരിക്കുന്ന മരണാനന്തര ജീവിതമാണ്. മരണാനന്തര ജീവിതത്തെ കൂടി ആ ചിത്രത്തിലേക്ക് ചേർക്കുന്ന സന്ദർഭത്തിൽ അത് ഏറ്റവും വലിയ ഹൈറായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മരണാനന്തര ജീവിതത്തിൽ ഇത്തരം വരുന്ന ആളുകൾ അവരുടെ പ്രതിഫലം കാണുന്ന സന്ദർഭത്തിൽ അവർ പറയും അത്രേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്, അവർ പറയും, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരല്പം കൂടെ ശക്തമായിട്ട് രോഗം നിനക്ക് ദുനിയാവിൽ വെച്ച് തരാമായിരുന്നു. അപ്പോൾ ആ പൂർണ്ണ ചിത്രം ലഭിക്കുന്ന സന്ദർഭത്തിൽ അത് പൂർണ്ണ നന്മയായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ ഈ ഭാഗികമായിട്ടുള്ള ഭാഗം വെച്ചുകൊണ്ടാണ് ചിത്രത്തെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അപൂർണമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളാൻ കാരണമാവുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണമാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന കഥ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭവം. ആ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗൈബി ലോകത്തിന്റെ കർട്ടൻ ഒരൽപ്പം പൊക്കി കാണിച്ചു തരുന്നുണ്ട്. അത് കാണിച്ചു തന്ന സന്ദർഭത്തിൽ അതിന്റെ പൂർണ്ണ ചിത്രം ലഭിക്കുകയാണ്. പൂർണ്ണ ചിത്രം ലഭിച്ചതോടുകൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ്. അത് ലഭിക്കാത്ത സന്ദർഭത്തിലെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാല ഇന്നക ലൻ തസ്തതിഅ മഅഇ സബ്റ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നിരന്തരം ക്ഷമ നഷ്ടപ്പെടുന്ന, അതായത് നമ്മുടെ നിത്യജീവിതത്തിലും സംഭവിക്കാറുള്ളത് തന്നെയാണ്. ദുരന്തങ്ങൾ വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമുക്ക് ക്ഷമ നഷ്ടപ്പെടും. അതേ സംഭവമാണ് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നിരന്തരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ചോദ്യം ചെയ്യുന്നു. അവസാനം ഈ ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരല്പം നീക്കിയിട്ട് അതിന്റെ പൂർണ്ണ ചിത്രം കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെടുകയാണ്. അപ്പം ഇതേ രൂപത്തിലാണ് നമ്മുടെ നിത്യജീവിതത്തിലും പല കാര്യങ്ങളും നമ്മൾ വിലയിരുത്തുന്നത് ഈ ഒരു അപൂർണമായിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്ന വിവരം മലക്കുകളോട് ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ ആദ്യമായിട്ട് അവർ ചോദിച്ചത് ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നതെന്ന് അവർ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായിട്ട് ഓരോന്നും മലക്കുകൾക്ക് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അത് മലക്കുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. ചില കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ചിന്തിച്ചാലും അത് നമ്മുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് വിലക്കാനുള്ള കാരണമല്ല അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു വളരെ ഈ പ്രകൃതി ദുരന്തത്തെ സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞു എല്ലാ ദുരന്തങ്ങളും ആപേക്ഷികമാണെന്ന്. പ്രകൃതി ദുരന്തങ്ങൾ നമ്മളതിനെ തിന്മയായിട്ടാണ് നമ്മൾ വിലയിരുത്താറുള്ളത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഭൂമിശാസ്ത്രജ്ഞനായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൽ ഒരുപാട് നന്മ നമുക്ക് പറഞ്ഞുതരും. ഈ അടുത്ത് വളരെ മനോഹരമായിട്ടൊരു ലേഖനം വായിക്കാൻ സാധിച്ചു. ഈ ജിയോളജിയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ലേഖനത്തിൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭൂമിയിൽ നിരന്തരം കൃഷി ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഉപരിതലത്തിലുള്ള അതിൻ്റെ ഫെർട്ടിലിറ്റി അതോടുകൂടെ നശിക്കുകയാണ്. അതിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയാണ്. പിന്നീട് ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് ഉപരിതലത്തിൽ വന്നു ചേരാനുള്ള ഏക മാർഗം ഈ രൂപത്തിലുള്ള ഭൂമികുലുക്കങ്ങളാണ്. ഭൂമികുലുക്കം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഭൂമികുലുക്കവും ഭൂമിക്കടിയിലുള്ള മണ്ണിനെ അതിൻ്റെ പ്രതലത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒരു ഭൂമികുലുക്കം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കൃഷിയോഗ്യമായിട്ടുള്ള മണ്ണ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ ആ ഒരു കോണിൽ നിന്ന് നോക്കുന്ന സന്ദർഭത്തിൽ അതിൽ അവർ നന്മ കാണുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ
മറ്റൊരു രൂപത്തിൽ നോക്കുന്ന സന്ദർഭത്തിൽ അത് തിന്മ. അപ്പൊ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുന്ന ഭാഗികമായിട്ടുള്ള ചിത്രം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ അനീതി നമുക്ക് കാണാനുള്ള കാരണം. മനോഹരമായിട്ടുള്ളൊരു വചനം പറയാറുണ്ട്. പേർഷ്യൻ കാർപ്പറ്റിലെ മനോഹരമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് എറുമ്പിനെന്തറിയാം. മനോഹരമായിട്ട് പറയാറുള്ളൊരു വചനം. അതായത് പേർഷ്യൻ കാർപ്പറ്റിലെ മനോഹരമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് അതിലൂടെ പോകുന്ന എറുമ്പിന് എന്തറിയാം. കാരണം എറുമ്പ് അതിലൂടെ പോകുന്ന സന്ദർഭത്തിൽ ആ ചിത്രം എറുമ്പിന് കാണാൻ സാധിക്കുന്നില്ല. എറുമ്പ് കുറെ കളറുകൾ മാത്രമാണ് കാണുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായിട്ടുള്ള കാർപ്പറ്റിലെ ചിത്രം കാണുകയാണ്. യഥാർത്ഥത്തിൽ ആ എറുമ്പ് പോലെയാണ് നമ്മൾ ആ ചിത്രത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്നുള്ള ദൃഷ്ടിയിൽ അത് സമ്പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രമായിരിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ളൊരു കഥ കൂടെ സൂചിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ. ശ്രദ്ധേയമായിട്ടൊരു കഥ വായിച്ചത്. അതിന്റെ സ്രോതസ് ഓർമ്മയില്ല, പക്ഷെ ആധികാരികമായിട്ടുള്ളൊരു സ്രോതസ്സിൽ നിന്നാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ടൊരു കഥ. ഒരു പ്രവാചകൻ ഒരിക്കലും ഏതോ ഒരു മുൻകാലത്തുള്ള പ്രവാചകൻ ഒരു നദിക്കരയിലിരിക്കുകയാണ്. അപ്പം അദ്ദേഹം നദിക്ക് ഒരു കരയിലിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പുറത്ത് മറുകരയിൽ ഒരു വ്യക്തി വന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് വന്നു. അദ്ദേഹം അവിടെ വന്നുകൊണ്ട് കുളിച്ച അദ്ദേഹത്തിന്റെ കുതിരയെല്ലാം കഴുകി അദ്ദേഹം തിരിച്ചുപോയി. അപ്പം ഇതെല്ലാം ഈ നദിക്കിപ്പുറത്തിരിക്കുന്ന പ്രവാചകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മനുഷ്യന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന പണക്കിഴി അദ്ദേഹം എടുക്കാൻ മറക്കുകയാണ്. അത് അവിടെ മറന്നു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരല്പസമയത്തിന് ശേഷം മറ്റൊരാൾ കുളിക്കാൻ വന്നു. അയാൾ കുളിച്ച് പോകുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ആൾ വെച്ച ആ പണക്കിഴി അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയാണ്. അപ്പം അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് അതെടുത്ത് അദ്ദേഹം തിരിച്ചുപോയി. ഇതെല്ലാം ഈ പ്രവാചകൻ ഇപ്പുറത്തിരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. പിന്നീട് ഒരല്പസമയത്തിന് ശേഷം മൂന്നാമതൊരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വന്നു. അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ വ്യക്തി പണം അന്വേഷിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് വരികയാണ്. കുതിരപ്പുറത്ത് അദ്ദേഹം വന്നു. എന്നിട്ട് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പണം എടുത്തിട്ട് അത് നിങ്ങൾ തിരിച്ചു തരണം. ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അപ്പം ഈ കുതിരപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ നിങ്ങൾ കളവാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധനെ അദ്ദേഹം വധിക്കുകയാണ്. അപ്പം ഇത് കണ്ട സന്ദർഭത്തിൽ ഈ പ്രവാചകൻ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, എന്താണ് ഇതിലുള്ള ഖദർ? ഇത് ഒരർത്ഥത്തിൽ എനിക്ക് എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും അനീതിയാണ് അവിടെ നടക്കുന്നത്. എന്താണ് ഇതിലുള്ള ഖദർ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള ആ ഒരു ഖദർ ആ പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, രണ്ടാമത്തെ ആളുടെ പിതാവ്, അതായത് ആ പണക്കിഴിയായിട്ട് പോയ മനുഷ്യന്റെ പിതാവ് ആദ്യത്തെ ആളുടെ, അതായത് കുതിരക്കാരന്റെ പിതാവിൽ നിന്നും പണം വാങ്ങിയിരുന്നു ഒരുപാട് മുമ്പ്. ആ പണം വാങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചു നൽകിയിരുന്നില്ല. ആ പണമാണ് ഞാൻ അദ്ദേഹത്തിന് ഈ രൂപത്തിൽ തിരിച്ചു നൽകിയത്. എന്നിട്ട് മൂന്നാമത്തെ ആളെ സംബന്ധിച്ച് പറഞ്ഞു, മൂന്നാമത് വന്ന വൃദ്ധൻ അയാളാണ് ഈ കുതിരക്കാരൻ, അതായത് ഒന്നാമത് വന്ന വ്യക്തിയുടെ പിതാവിനെ വധിച്ചത് ഒരുപാട് മുമ്പ്. പിതാവിനെ വധിച്ചത് ആരാണെന്ന് ഈ മകൻ അറിയില്ല. അതാണ് മകനിലൂടെ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു നൽകിയത്. സുബ്ഹാനല്ലാഹ്. ഈ പൂർണ്ണ ചിത്രം ലഭിക്കുന്നതോടുകൂടെ ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ്. ഈ വിശദീകരണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം അനീതിയായിട്ട് നമ്മൾ വിലയിരുത്തും. ഇതേ രൂപത്തിലാണ് പലപ്പോഴും നമുക്ക് മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അപൂർണമായിട്ടുള്ള ചിത്രം കൊണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള അനീതി നമ്മൾക്ക് തോന്നാനുള്ള കാരണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായിട്ടുള്ള വാഗ്ദാനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയെ ബാധിക്കുന്നതെല്ലാം അവന് നന്മയാണ്. അപ്പോൾ വിശ്വാസിയെ തിന്മ ബാധിക്കുന്നത് തന്നെയില്ല. അതുകൊണ്ടാണ് മനോഹരമായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. അംറുഹു കുല്ലുഹു ഖൈർ, അവനെ ബാധിക്കുന്ന എല്ലാം അവന് നന്മയാണ്. അതായത് വിശ്വാസിക്ക് തിന്മ ബാധിച്ചു കഴിഞ്ഞാൽ അവന് അതിലൂടെ ക്ഷമ കൈക്കൊള്ളുന്നു, അതവന് നന്മയായിട്ട് ബാധിക്കുന്നു. അതേ സന്ദർഭത്തിൽ വിശ്വാസിക്ക് നന്മ ബാധിച്ചു കഴിഞ്ഞാൽ അവന് നന്ദിയുള്ളവനാകുന്നു, അതും അവന് നന്മയാകുന്നു. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് തിന്മ എന്ന് പറഞ്ഞ ഒന്നില്ല, എല്ലാം അവന് നന്മയാണ്. അത് വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാവരും ഇതേ രൂപത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്,
ബുദ്ധിമുട്ട് സഹിക്കേണ്ട നിലയിലാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. വിശ്വാസി ആയതുകൊണ്ട് ഒരാൾക്ക് പ്രയാസമില്ല, അതേ സന്ദർഭത്തിൽ അവിശ്വാസി ആയതുകൊണ്ട് അയാൾക്ക് എന്നും പ്രയാസം. ആ രൂപത്തിലല്ല കാര്യങ്ങൾ. ഭൂമിയിലെ എല്ലാ ആളുകളും പ്രയാസം അനുഭവിക്കേണ്ടി വരും. പക്ഷേ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർ സന്തോഷിക്കുക, അവർ സമാധാനം കൈക്കൊള്ളുകയും ചെയ്യുകയാണ്. അവിശ്വാസിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേ പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസി കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു ക്ഷമയോ ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് പറയാനുള്ള കാരണം. പിന്നീട് ഉയർന്നു വരാറുള്ള മറ്റൊരു ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നേരത്തെ അറിയാം, അതായത് ആരൊക്കെ നന്മ ചെയ്യും ആരൊക്കെ തിന്മ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൃത്യമായിട്ട് നേരത്തെ തന്നെ അറിയാം. അതെല്ലാം ഖദറുമായിട്ട് ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് സൃഷ്ടിക്കുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയോടെ എഴുതാൻ കൽപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഈ രൂപത്തിലായത്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസം ശരിയാകാതെ വരുമ്പോഴാണ് ഖദറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം ഉയർന്നു വരിക. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം ഖദറുമായി ബന്ധപ്പെട്ട് അവന് ചോദിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം അള്ളാഹുവിലുള്ള വിശ്വാസവും മരണാന്തര ജീവിതം ഈ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടാവ്, അള്ളാഹുവാണ് കാലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലം എന്നുള്ളത് അള്ളാഹുവിനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 കാലമുണ്ട്, ഭാവി, ഭൂതം, വർത്തമാനം. ഈ 3 കാലങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനതീതനാണ്. അതിനതീതമായിട്ടൊരു അവസ്ഥയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ കാലത്തിനകത്താണ് ജീവിക്കുന്നത്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അള്ളാഹുവിന് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതെല്ലാം ഒരേ രൂപത്തിൽ അറിയുന്നവനാണ്. അപ്പം ഇത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം തന്നെ ഉയർന്നു വരുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ചില ആളുകൾ, ആ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ അതിലുള്ളൊരു യുക്തിയില്ലായ്മ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും വിധി മുൻകൂട്ടി എഴുതി, എന്നിട്ട് നമ്മളൊരു റോബോട്ട് പോലെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എഴുതി വെച്ചു, എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കരുതെന്ന് പറയാൻ വേണ്ടി അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മൾ അതിനെതിരെ ചെയ്യിപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ അധ്യാപനത്തിനെതിരെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, നിങ്ങളെ സൃഷ്ടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ അതിലൊക്കെ ഉള്ളൊരു യുക്തികേട് നിങ്ങൾ ആലോചിച്ചു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നില്ല. അതനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്നത്, മനുഷ്യന് പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പറഞ്ഞു. സൂറത്തുൽ ഹജ്ജിന്റെ 18-ാമത്തെ ആയത്തിൽ, അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനന്നാസ്. ആകാശത്തിലും ഭൂമിയിലുള്ള സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതേ സന്ദർഭത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വകസീറും മിനന്നാസ്, മനുഷ്യരിൽപ്പെട്ട കുറേ പേരും, മനുഷ്യനെ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. അതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൂചനയാണ്. മനുഷ്യനെല്ലാവരും ഇതേ രൂപത്തിൽ സമർപ്പിക്കപ്പെടുന്നില്ല. കാരണം മറ്റുള്ള സൃഷ്ടികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ട് അള്ളാഹുവിനെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതേ സന്ദർഭത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതുകൊണ്ട് മനുഷ്യനിൽ കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളിൽ കേട്ട് ജീവിക്കുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി അത് വെച്ചുകൊണ്ടാണ് അവന് പ്രവർത്തിക്കുന്നത്. അതുപയോഗിച്ച് അവന് അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാകാം. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എന്താണ് തെരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുൻകൂട്ടി അറിയാം. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ മദ്യവും ഒരു പാത്രത്തിൽ പാലും കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക അതിലേതാണ് കുടിക്കേണ്ടതെന്ന്. അപ്പം അതിലേതാണ് ഞാൻ കുടിക്കുക എന്നുള്ളത് മുൻകൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം.
അപ്പം അവിടെ അള്ളാഹുവിനെ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മുൻകൂട്ടി അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചറാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം കാലമില്ലാത്ത വിവരം എങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചാലും മനസ്സിലാക്കാനും പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല യുദില്ലു മൻ യശാ യഹ്ദി മൻ യശാ, ഞാൻ ഉദ്ദേശിച്ച ആളുകളെ നന്മയിലേക്ക് നയിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ച ആളുകളെ തിന്മയിലേക്ക് നയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് കൊണ്ടല്ലേ ചില ആളുകൾ തെറ്റുകാരായിട്ട് മാറുന്നത്. അവിടെയും മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു ഉദാഹരണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ നാട്ടിൽ ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഒരു വലിയ ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തുകയാണ്. എല്ലാ സുഖ സൗകര്യം, ലോകത്ത് നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ലഭിക്കുന്ന ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം സംഘടിപ്പിക്കുകയാണ്. ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു സുവർണാവസരം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പാർട്ടിയിലേക്ക് പ്രവേശിക്കാൻ 2 ഡോറുകളുണ്ട്, ഒന്ന് എ ഒന്ന് ബി, അങ്ങനെ സങ്കല്പിക്കുക. എ എന്ന ഡോറും ബി എന്ന ഡോറും. അതിൽ അദ്ദേഹം 2 ഓപ്ഷൻ നൽകുകയാണ്. എ എന്ന ഡോറിലൂടെ ആരൊക്കെ ആ പാർട്ടിയിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാം. അദ്ദേഹം അതെല്ലാം ഒരു ലിസ്റ്റിൽ എഴുതി കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, അത് രഹസ്യ ലിസ്റ്റാണ്, അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ബി എന്ന ഡോറിലൂടെ അത് ഓപ്പണാണ്, അതിലൂടെ ആർക്കും പ്രവേശിക്കാം. പക്ഷേ അതിലൂടെ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളെ യോഗ്യരാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വരാൻ പോകുന്ന 2 മാസം, ആ 2 മാസം കൃത്യമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബി എന്ന ഡോറിലൂടെ ആ പാർട്ടിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഒരു ലിസ്റ്റ് അവിടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരല്പം ബുദ്ധിമുട്ടിയാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതിൻ്റെ ഒരു ലിസ്റ്റ് അദ്ദേഹം അവിടെ പുറത്തു വിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ലിസ്റ്റിലുള്ള പ്രകാരം നിങ്ങൾ വരാൻ പോകുന്ന 2 മാസം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബി എന്ന ഡോറിലൂടെ നിങ്ങൾക്ക് ആ പാർട്ടിയിലേക്ക് പ്രവേശിക്കാം. ഇതാണ് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന. അപ്പോൾ ആ ഒരു പാർട്ടിയിലേക്ക് പങ്കെടുക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എ എന്ന രഹസ്യ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഒരാൾക്ക് ഒന്നും ചെയ്യാതിരിക്കാം, ബി എന്ന ആ ഡോറിലൂടെ കടക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന് ഇരിക്കാം. അങ്ങനെ ഒരു വിഭാഗം ആളുകൾക്ക് ഇരിക്കാം. പക്ഷെ അതേ സന്ദർഭത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ, അവർ ആ പാർട്ടിക്ക് എന്തായാലും പോയേ തീരുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താ കരുതുക വെച്ചാൽ, ഒരു പക്ഷേ ഞാൻ എ എന്ന ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇല്ലാതിരിക്കാം. ഉണ്ടാകാനും ഇല്ലാതിരിക്കാനുള്ള സാധ്യത 50-50 പക്ഷെ അതേ സന്ദർഭത്തിൽ 100% എനിക്ക് പാർട്ടിയിൽ പ്രവേശിക്കാൻ ഉറപ്പാകുന്ന ഒരു മാർഗം അയാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ബി എന്ന ഡോറിലൂടെ കടക്കാൻ അർഹമാക്കുന്ന കാര്യങ്ങൾ അത് അവർ കൃത്യമായിട്ട് ചെയ്യും. ഒരു വിഭാഗം ആളുകൾ എ എന്ന ലിസ്റ്റിൽ ഉണ്ടാകുമെന്നുള്ള ആ ധാരണയിൽ ഒന്നും ചെയ്യാതിരുന്നു. മറ്റേ ആളുകൾ എ എന്ന ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്കതിനെ പോയേ പറ്റൂ എന്ന് കരുതികൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ ബി എന്ന ലിസ്റ്റിലേക്ക് അർഹമാക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്തു. അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ 2 ഉദാഹരണം പറയാനുള്ള കാരണം, ഇവിടെ എ എന്ന ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറാണ്. യഹ്ദി മൻ യശാ യുദില്ലു മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ നന്മയിലേക്കാക്കുന്നു, ഉദ്ദേശിക്കുന്ന ആളുകളെ തിന്മയിലേക്കാക്കുന്നു. ബി എന്ന ഡോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ പരിശ്രമമാണ്. ഇനി അദ്ദേഹം ആ പാർട്ടിയുടെ ദിവസം വന്നു, ആളുകളെല്ലാം ആ പാർട്ടിക്ക് എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ രഹസ്യ ലിസ്റ്റ് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ട സന്ദർഭത്തിൽ ബി എന്ന ഡോറിലൂടെ കയറിയ ആളുകളെല്ലാം അത്ഭുതപ്പെടുകയാണ്. കാരണം ബി എന്ന ഡോറിലൂടെ കയറിയ ആളുകളുടെ അതേ പേര് തന്നെയാണ് എ എന്ന അദ്ദേഹത്തിൻ്റെ രഹസ്യ ലിസ്റ്റിലുള്ളത്. ഈ ഒരു ഉദാഹരണം പോലെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് ചില ആളുകൾ. പക്ഷേ ആ നിശ്ചയത്തിന് അർഹമാക്കുന്ന കർമ്മങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണം പൂർണ്ണമായിട്ട് ശരിയല്ല, നമുക്കറിയാം, എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൂചിപ്പിച്ചെന്ന് മാത്രം. ഇതുപോലെയാണ് മനുഷ്യന്റെ പ്രവർത്തനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നിർണ്ണയിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു കാര്യത്തിലുള്ള ഒരു വിരോധാഭാസം. പലപ്പോഴും മനുഷ്യർ നല്ല കാര്യങ്ങളെല്ലാം അവനിലേക്ക് സ്വയം മനുഷ്യൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും ചീത്ത കാര്യങ്ങൾക്കെല്ലാം ദൈവത്തെ പഴിക്കുകയും ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു വിരോധാഭാസം. അപ്പം ഒരു ആൾക്ക് അദ്ദേഹത്തിന് ജോലിയിൽ പ്രമോഷൻ കിട്ടിയാൽ
അദ്ദേഹം പറയില്ല ദൈവം വിധിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പ്രമോഷൻ ലഭിച്ചതെന്ന്. പക്ഷെ അതേ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാരണം ആ പണി നഷ്ടപ്പെട്ടാൽ അദ്ദേഹം പറയും ദൈവത്തിൻ്റെ വിധിയാണെന്ന്. അതേപോലെ തന്നെ ബിസിനസ്സിൽ ലാഭം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയില്ല ഇത് ദൈവം തന്നതാണെന്ന്. പക്ഷെ അതേ സന്ദർഭത്തിൽ നഷ്ടം വരുന്ന സന്ദർഭത്തിൽ പറയും ദൈവത്തിൻ്റെ വിധിയാണെന്ന്. അപ്പം നല്ല കാര്യങ്ങളെല്ലാം അത് സ്വയം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും ചീത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിലേക്ക് ആരോപിക്കുകയും ചെയ്യുന്ന ഈ രൂപത്തിലുള്ള ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വിപരീതമായിട്ടുള്ളൊരു സമീപനമാണ് പലപ്പോഴും മനുഷ്യന് സ്വീകരിക്കാറുള്ളത്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഒരാളുടെ കാറിന് പോയി ഇടിച്ചതിന് ശേഷം അയാൾ നിങ്ങളോട് ചോദിക്കാൻ വന്ന സന്ദർഭത്തിൽ ഇത് ദൈവത്തിൻ്റെ വിധിയാണെന്ന് നിങ്ങൾ പറയില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കൊള്ളേണ്ടി വരും. കാരണം ആ പറയുന്ന ആൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം അതൊരിക്കലും ദൈവത്തിൻ്റെ വിധിയല്ല, അയാളുടെ പ്രവർത്തനമാണെന്ന്. അപ്പം ഈ ഒരു കാര്യങ്ങളിലെല്ലാം നമുക്കറിയാം അത് നമ്മുടെ പരിധിയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതേ സന്ദർഭത്തിൽ ചില വിഷയങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ ദൈവത്തിനോട് ചേർത്ത് പറയുന്ന ഈ രൂപത്തിലുള്ള ഒരു അനീതിയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഈ ഒരു വിഷയം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭ ഭാഗത്ത് തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ ഈ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അതിലേക്ക് സൂചന നൽകുന്ന രൂപത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെയും കഥ വിശദീകരിക്കുന്നത്. നിങ്ങളും ചിന്തിച്ചു നോക്കുക, ആ കഥ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് മലക്കുകളോട് പറയുന്ന കാര്യം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധി അയക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാന് ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തിലുള്ള പ്ലാന്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പങ്കുവെക്കുന്നു. മലക്കുകളോട് പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ പിശാചും അത് കേൾക്കും. കാരണം നമുക്ക് തന്നെ അറിയാവുന്നതാണ്, പിശാച് മലക്കുകളുടെ സ്ഥാനമുള്ള ഒരു ജിന്നായിരുന്നു. അപ്പോൾ പിശാചിന് ഈ പ്ലാൻ അറിയാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗ്ഗത്തിലേക്ക് അയക്കുന്നു. സ്വർഗ്ഗത്തിലേക്ക് അയച്ചതിന് ശേഷം പിശാച് വന്നുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ് ഈ രൂപത്തിലാണ് പ്ലാൻ, അതായത് ഭൂമിയിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സ്വർഗത്തിൽ നിനക്ക് ഔ തക്കൂന മലക്കൈനി ഔ തക്കൂന മിനൽ ഖാലിദീൻ, നിനക്ക് ഈ ലോകത്ത് ഈ സ്വർഗ്ഗലോകത്ത് നിനക്ക് സ്ഥിരമായിട്ട് താമസിക്കണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നീ മലക്കാകണം, അല്ലെങ്കിൽ നീ ഈ പഴം ഭക്ഷിക്കണം. അതാണ് പിശാച് നടത്തിയ പ്രലോഭനം. സൂറത്തുൽ ആറാഫിൽ കാണാൻ സാധിക്കും. ഈ പ്രലോഭനത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണു പോകുന്നത്. ആ വീണ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആ പ്ലാന് പ്രകാരം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഈ തെറ്റ് ചെയ്ത സന്ദർഭത്തിൽ, അതാണ് ഇവിടെ പ്രസക്തമായി വരുന്ന ഭാഗം, തെറ്റ് ചെയ്ത സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല പിശാച് കാരണമാണ് ഞാൻ ഈ തെറ്റ് ചെയ്തതെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് പോലും വളരെ കൃത്യമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയാമായിരുന്നു പിശാചാണ് എന്നത് ചെയ്യിപ്പിച്ചതെന്ന്. പക്ഷെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലും പറയാതെ റബ്ബന ളലംന അൻഫുസന എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്നോട് അക്രമം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർണ്ണമായിട്ട് അവിടെ ഏറ്റെടുക്കുകയാണ്. അതേ സന്ദർഭത്തിൽ പിശാചിൽ നിന്നുള്ള സമീപനം നമുക്കറിയാൻ സാധിക്കും. പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന വാക്ക് നീ കാരണമാണ് ഞാനിത് ചെയ്തതെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇന്ന് നമ്മൾ കേൾക്കാറുള്ള അതേ മറുപടി, യഥാർത്ഥത്തിൽ ആ മറുപടി ആദ്യം പിശാച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിയുറച്ച് വിശ്വസിച്ച് അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ നാളെ ഉയർത്തി നിൽപ്പിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.